CMAയുടെ എക്സാം റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷനിലായിരിക്കും മിക്ക കുട്ടികളും ഉണ്ടാവുക. അതുകൊണ്ട് CMA പഠിച്ചുകൊണ്ടിരിക്കുന്ന CMA എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുക, നിർബന്ധമായിട്ടും പാസ് ചെയ്യുക. അപ്പോൾ CMAയുടെ എക്സാം റിസൾട്ട് കഴിഞ്ഞ ജൂണിൽ നടന്ന ജൂൺ ടേമിൻ്റെ റിസൾട്ട് എപ്പോൾ വരും എന്നുള്ളതാണ് പലരുടെയും കൺഫ്യൂഷൻ. അതേപോലെ തൊട്ടടുത്ത എക്സാമിൻ്റെ ഡേറ്റ് ഓൾറെഡി ഇൻസ്റ്റിറ്റ്യൂട്ട് അനൗൺസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുക എന്നുള്ളതാണ് വീഡിയോയുടെ പർപ്പസ്. അതിന് പുറമെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു എക്സ്ട്രാ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലുണ്ടാവും. അപ്പോൾ CMAയുടെ എക്സാം റിസൾട്ട് എപ്പോൾ വരും? പല ആൾക്കാരും സെപ്റ്റംബർ 12 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചില ആൾക്കാർ 17 എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ബട്ട് ആസ് ഓഫ് നൗ കിട്ടിയ ഇൻഫർമേഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 26 അടുപ്പിച്ച് 25 24 അല്ലെങ്കിൽ ആ ഒരു 2 ദിവസം 26 എന്ന് പറഞ്ഞ ഡേറ്റിനെ ബേസ് ചെയ്തിട്ട് റിസൾട്ട് വരാനാണ് ചാൻസ് ഉള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി 2 ടേം സിലബസിൻ്റെ 2 ടൈപ്പ് ഓഫ് സിലബസിൻ്റെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു, പഴയതും പുതിയതും. അപ്പോൾ കുട്ടികളുടെ എണ്ണവും പേപ്പറിൻ്റെ എണ്ണവും വാലുവേഷൻ ചെയ്ത് തീർക്കേണ്ടതിൻ്റെ വോളിയം കൂടിയിട്ടുണ്ടാവും. സ്വാഭാവികമായിട്ട് അതിൻ്റേതായ ചെറിയൊരു ഡിലേ വന്നേക്കാം. അതാണ് ഈ സെപ്റ്റംബർ 26 പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനിടയിൽ റിസൾട്ട് വരാനുള്ള പോസിബിലിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ഇനി ഇതിലെന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കും. രണ്ടാമത്തെ കാര്യം, റിസൾട്ട് ലേറ്റ് ആവുന്നത് കൊണ്ട് അടുത്ത ഡിസംബർ 10 എക്സാം ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഷെഡ്യൂളും ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ ചാൻസ് ഉണ്ടോ എന്നാണ് അടുത്തത് നിങ്ങൾ ചോദിക്കുക. നോർമലി ആസ് പെർ കറണ്ട് സിറ്റുവേഷൻ പ്രകാരം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ പറയുന്ന എക്സാം ഓഫ്ലൈനായിട്ടാണ് നടക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഷെഡ്യൂളിനനുസരിച്ച് എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് എക്സാം നടത്താൻ സൗകര്യമുള്ള സ്ഥാപനങ്ങളുമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ബന്ധപ്പെടുകയും അതിൻ്റെ ഡേറ്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓഫ്ലൈൻ ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു എക്സാമിൻ്റെ ഒരു ഡേറ്റ് മാറ്റുമ്പോൾ ഇന്ത്യയിലുള്ള മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും ഈ പറഞ്ഞ അക്കാഡമിക് ഡേയ്സിനെയും മറ്റൊന്നും ബാധിക്കാത്ത രീതിയിൽ എക്സാം റീഷെഡ്യൂൾ ചെയ്യുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിരിക്കും. ഇനി മാറ്റിക്കൂടാ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനാരിയോ വെച്ച് പറയുകയാണെങ്കിൽ എക്സാം മാറ്റാനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവാണ്. ഇനി ഇതിലും എന്തെങ്കിലും ചേഞ്ചോ അപ്ഡേഷനോ വരികയാണെങ്കിൽ അതും ഞാൻ നിങ്ങൾ എന്ത് ചെയ്യും, അറിയിക്കും. എൻ്റെ ഒബ്സർവേഷൻ പ്രകാരം ഷെഡ്യൂൾ അനുസരിച്ച് എക്സാം നടക്കുന്നുള്ളതാണ്. അപ്പോൾ എക്സാമിൻ്റെ റിസൾട്ട് വരാതെ ഇനി എങ്ങനെ മുന്നോട്ട് പഠിക്കും, എക്സാമിന് ഇനി ഇപ്പോൾ പഠിച്ച് തുടങ്ങണോ വേണ്ടയോ, അങ്ങനെ കുറേ കൺഫ്യൂഷനാണ് കുട്ടികൾക്ക് ഉണ്ടാവുക. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, ഒരു ഗ്രൂപ്പിൻ്റെ എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ ആ ഗ്രൂപ്പ് എന്തായാലും പാസ്സാവും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അടുത്ത ഗ്രൂപ്പിൻ്റെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തുടങ്ങുക. ഇനി നേരത്തെ എക്സാം എഴുതുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഇന്ന പേപ്പറൊക്കെ കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ വല്ല ബുദ്ധിമുട്ടും ഫീൽ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ റിവിഷൻ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. ഇതല്ലാതെ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് നമ്മൾ പഠിക്കുകയുള്ളൂ, എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ട് നമ്മളെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡേയ്സ് വളരെ കുറവുള്ളൂ. ഇപ്പോൾ സെപ്റ്റംബർ 26 റിസൾട്ട് വന്നു, ഇൻ ബിറ്റ്വീൻ ഇനി നിങ്ങളുടെ എക്സാമിൻ്റെ അപ്ലിക്കേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ കൂടി നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 75 ദിവസമാണ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ കിട്ടുക. ചിലപ്പോൾ ഒരു ഗ്രൂപ്പാണെങ്കിൽ മേ ബി അത് ഒരു നല്ല ടൈമായിരിക്കും. 2 ഗ്രൂപ്പൊക്കെ എക്സാം എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ച് 8 പേപ്പർ ഈ ഒരു മിനിമം ടൈമിൽ കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് എക്സാമിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ മോഡ് മാറ്റുക, സ്പീഡാക്കുക, റിവൈസ് ചെയ്യുക, മാക്സിമം കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് പോയിട്ട് എക്സാം എഴുതുക. ഇനി ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ഇനി തോക്കരുത് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ എക്സാമിന് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ആദ്യത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യം, ഈ ഓൺലൈനിൽ പല പരിപാടികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടൊന്നും കുട്ടികളെ സംബന്ധിച്ച് ആ ഒരു റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ APSൻ്റെ നേതൃത്വത്തിൽ CMA ഇൻ്റർ കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ CMA പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു വർക്ക്ഷോപ്പ് വെക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ബട്ട് CMA ഇൻ്റർമീഡിയറ്റ് പഠിച്ച് എക്സാം എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. ഫൈനലിലെ കുട്ടികൾക്കും വേണമെങ്കിൽ വന്ന് ജോയിൻ ചെയ്യാം, ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. ബട്ട് ഈ CMA എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചിട്ട് നമ്മൾ വഴിയാധാരമായി പോകും, അല്ലെങ്കിൽ ഇത് പഠിച്ച് പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇൻറ്റേൺഷിപ്പ്, ജോലി, ഇങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കുന്നത് കൊണ്ട് എന്താണ് മെച്ചം, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പേർട്ട് പാനലിനെ വെച്ചിട്ടുള്ള ഒരു ഓപ്പൺ സിംഗിൾ ഡേ വർക്ക്ഷോപ്പ്, നിങ്ങളുടെ എല്ലാ ഡൗട്ടും ഹൈപ്പോത്തിസിസ് അല്ല, എല്ലാ ഡൗട്ടും പ്രാക്ടിക്കലി റിയലിസ്റ്റിക്കലി കവർ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് വെക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വെച്ചിട്ടുണ്ടായിരുന്നു, 2 പ്രോഗ്രാം വെച്ചിരുന്നു, കണ്ണൂരും കാലിക്കറ്റുമായിട്ട്. ഇപ്രാവശ്യം അത് കണ്ണൂർ വെച്ച് എക്സ്ക്ലൂസീവ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ഓഫ്ലൈൻ പ്രോഗ്രാം വെക്കുന്നുണ്ട്. കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഒരു വാട്സപ്പ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ജോയിൻ ചെയ്യുക, ഡീറ്റെയിൽസ് അവിടെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, പിന്നെ നമ്പേഴ്സിന് ലിമിറ്റ് ഉണ്ടാവും, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ബേസിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമും കൂടി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക റിസൾട്ട് എപ്പോൾ വരും എന്നുള്ളതല്ല നമ്മുടെ വിഷയം.
നമ്മൾക്ക് ഈ എക്സാം കൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉണ്ടാവേണ്ടത്, അതിനെങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് റിസൾട്ട് വന്നിട്ട് പഠിക്കും അല്ലെങ്കിൽ റിസൾട്ട് വന്നാലേ പഠിക്കാൻ തുടങ്ങുമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് റിസൾട്ട് മേ ബി 1-2 ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ ഷെഡ്യൂൾ പ്രകാരം നടക്കേണ്ട എക്സാം ഷെഡ്യൂൾ പ്രകാരം തന്നെ നടക്കും. ഇനി അഥവാ എക്സാം കഷ്ടകാലത്തിന് ഡിസംബർ 10 എന്നുള്ള ജനുവരിയോ അങ്ങോട്ട് മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ട് പഠിക്കുന്ന CMA പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരുടെ യൂസിനും വേണ്ടിയിട്ടാണ് ഞാനീ പറഞ്ഞത്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാനാണോ കോടതി എന്നൊന്നും ചിന്തിക്കേണ്ട. നിലവിലുള്ള അവൈലബിൾ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇന്ന പോസിബിലിറ്റീസ് ഒക്കെ ഉള്ളൂ. എക്സാം പോസ്റ്റ്പോൺ ചെയ്യണം എന്നൊക്കെ നമ്മുടെ ആഗ്രഹമാണെങ്കിലും അത് വർക്കൗട്ട് ആവുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. അഥവാ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടും എന്നല്ലാതെ എക്സാം ഈ പറഞ്ഞ സമയത്തിനങ്ങ് നടന്നു പോകും. നമ്മുടെ ലൈഫിൽ നമ്മുടെ ടൈമാണ് അൺനെസസറി ആയിട്ട് ഡ്രാഗ് ചെയ്ത് പോകുന്നത്. അത് ഒഴിവാക്കാൻ നിങ്ങൾ പഠിക്കുക, പ്രിപ്പയർഡ് ആയിരിക്കുക, കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ കാര്യങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒറ്റ കാര്യം, ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡിസംബർ 10 എക്സാം ഡേറ്റ്. റിസൾട്ട് സെപ്റ്റംബർ 26 വരാൻ ചാൻസ് ഉള്ളൂ. മേ ബി 2 ദിവസം നേരത്തെ ആവും, അല്ലെങ്കിൽ 2 ദിവസം ഡിലേ ആവും. നിലവിലുള്ള കണ്ടീഷൻ എന്തെങ്കിലും ഫർദർ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.